ഈ കാണിക്കുന്നത് നിങ്ങളൊന്ന് കാണുക. ഇങ്ങനെയായാൽ എങ്ങനെയാണ് പെട്ടെന്ന് ഗ്യാസ് തീരാതിരിക്കുക? മുമ്പ് 1.5 മാസം അല്ലെങ്കിൽ 2 മാസം ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ 1 മാസത്തിനുള്ളിൽ തീരുന്നുണ്ട് എങ്കിൽ ഇതാണ് കാര്യം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജൂലൈ മാസം മുതൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരും. രാജ്യത്ത് എല്ലാ മാസവും 1-ാം തീയതി LPG സിലിണ്ടറിൻ്റെ വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പുതുക്കി ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലകൾ കുറച്ചിരുന്നു. ജൂലൈ മാസത്തിൽ ഗാർഹിക സിലിണ്ടറിൻ്റെ വില കുറക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഏറ്റവും താഴെയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് ജൂലൈ മാസത്തിൽ പ്രതീക്ഷിച്ചതുപോലെ എണ്ണക്കമ്പനികൾ ഗാർഹിക വാണിജ്യ പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. വിലയിൽ മാറ്റം വരുത്തുകയാണ് എങ്കിൽ എന്തായാലും കുറയ്ക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ ഇരട്ടത്താപ്പ്. കഴിഞ്ഞ 4 മാസമായി ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഇപ്പോഴും 1100 മുകളിൽ വില തുടരുകയാണ്. വീടുകളിലെത്തുമ്പോൾ പല സ്ഥലങ്ങളിലും 1150 മുകളിൽ വില നൽകേണ്ടി വരും. ഇതിലെ അധിക തുക വിതരണക്കാർ അനധികൃതമായി വാങ്ങുന്നതാണ്. കാരണം ഗ്യാസ് സിലിണ്ടർ ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യവും അതിനുശേഷമുള്ള 5 കിലോമീറ്ററിന് 15 രൂപയോ 20 രൂപയോ ആണ്. അത് ഓരോ ജില്ലയിലും മാറ്റമുണ്ട്. അതിനുശേഷമുള്ള ഓരോ 5 കിലോമീറ്ററും ചെറിയ തുകയാണ് വ്യത്യാസം, പക്ഷേ വലിയ തുകകൾ വാങ്ങുന്നു. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ നമ്മൾ നേരത്തെ ഉപയോഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ പെട്ടെന്ന് തീരുന്നുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക. അതായത് വിതരണക്കാർ കാലിയായ കുറ്റികൾ നിറച്ച് അത് ഒരു സിലിണ്ടറായി വിതരണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ സത്യം. അതായത് മുഴുവൻ ഗ്യാസ് ഉള്ള സിലിണ്ടറുകളിൽ നിന്നും വിതരണക്കാർ കാലിയായ സിലിണ്ടറിലേക്ക് കുറേശ്ശെ ഗ്യാസ് നിറയ്ക്കുന്നു. അതായത് ഓരോ സിലിണ്ടറിൽ നിന്നും 1-1.5 കിലോ കുറയുകയാണ് എങ്കിൽ തന്നെ 8-10 സിലിണ്ടറുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു സിലിണ്ടർ നിറയ്ക്കാനാകും. ഈ തട്ടിപ്പിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നിറച്ച ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിൽ ഇവർ സീൽ ചെയ്യുന്നതോടുകൂടി ഈ തട്ടിപ്പ് പുറത്തറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പൂർണ്ണമായും ജാഗ്രത പാലിക്കണം എന്ന് സംസ്ഥാന ലീഗൽ മെട്രോളജി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വീടുകളിൽ എത്തിക്കുന്ന സിലിണ്ടറിൽ തൂക്കക്കുറവ് ഉണ്ട് എങ്കിൽ അത് വിതരണക്കാരൻ്റെ കയ്യിലുള്ള വിതരണ ഏജൻസികളുടെ കയ്യിലുള്ള ത്രാസ് ഉപയോഗിച്ച് തൂക്കം ഉറപ്പുവരുത്തിയതിന് ശേഷം വാങ്ങുക. ഈ കാര്യം സംസ്ഥാന ലീഗൽ മെട്രോളജി വകുപ്പ് കൃത്യമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. തൂക്കവും അളവും ഉറപ്പുവരുത്താനുള്ള ഉപകരണം വിതരണ വാഹനങ്ങളിൽ വേണം എന്ന നിബന്ധന ഉണ്ട്. നമ്മളാരും ഈ കാര്യം ശ്രദ്ധിക്കാറില്ല. 1 കിലോ കുറഞ്ഞാൽ ആ ഒരു നഷ്ടം നമുക്കാണ്. ഇപ്പോൾ വലിയ തുകക്കാണ് നമ്മൾ ഗ്യാസ് വാങ്ങുന്നത്. ഈ കാര്യം സംസ്ഥാന ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ മാസങ്ങളിൽ തന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ട് എങ്കിൽ സംസ്ഥാന ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ ടോൾ ഫ്രീ നമ്പറായ 1800 42 54 835 എന്ന നമ്പറിൽ വിളിച്ച് പരാതി അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഗ്യാസിൻ്റെ എക്സ്പയറി ഡേറ്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങൾ വളരെയധികം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ കാര്യം തീർച്ചയായും പരിശോധിക്കണം. കാരണം അത് നിങ്ങളെ ജീവനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അതായത് സിലിണ്ടറുകൾ നിശ്ചിത ഇടവേളകളിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. പുതിയ ഒരു സിലിണ്ടറിന് 10 വർഷത്തെ സമയപരിധിയാണ് ഉള്ളത്. അതിനുശേഷം 10 വർഷം കഴിയുമ്പോൾ സുരക്ഷാ പരിശോധന നടത്തി വീണ്ടും അത് സിലിണ്ടറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി ഓരോ 5 വർഷത്തേക്ക് കൂടി ഇതിൻ്റെ കാലാവധി നീട്ടി നൽകുകയാണ് പതിവ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അടുത്ത പരിശോധന എന്ന് വേണം എന്ന് സൂചിപ്പിക്കുന്ന തീയതി സിലിണ്ടറിൽ കാണാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടറിൻ്റെ ഹാൻഡിലിൻ്റെ ഉൾഭാഗത്തായി ABCD എന്നീ അക്ഷരങ്ങൾക്ക് പുറമെ വർഷത്തിൻ്റെ അവസാന 2 അക്കം കൂടി ചേർത്തതാണ് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. A സൂചിപ്പിക്കുന്നത് ആദ്യ 3 മാസത്തെയും, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. സൂചിപ്പിക്കുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ. C സൂചിപ്പിക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ.
ഡി സൂചിപ്പിക്കുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നാണ്. നിങ്ങളുടെ കൈവശം വരുന്ന സിലിണ്ടറിൽ A23 എന്നാണ് ഉദാഹരണത്തിന് രേഖപ്പെടുത്തിയത് എന്ന് വെച്ചാൽ, അതായത് 2023 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിനുള്ളിൽ ഇതിൻ്റെ സുരക്ഷാ പരിശോധന നടത്തണം എന്നുള്ളതാണ് തെളിയിക്കുന്നത്. അതിനുശേഷം അത് ഉപയോഗിക്കാൻ പാടില്ല. നിലവിലെ മാസങ്ങളിലെ ഡേറ്റ് ആണ് എങ്കിൽ ആ സിലിണ്ടറുകൾ ഉപയോക്താക്കൾ ഉപയോഗിക്കരുത്. അത് മാറ്റി നൽകാൻ വേണ്ടി ഗ്യാസ് വിതരണക്കാരോട് അപ്പോൾ തന്നെ ആവശ്യപ്പെടേണ്ടതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സിലിണ്ടറുകൾ വിതരണം ചെയ്യാറില്ല എന്നാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. എങ്കിലും ഈ കാര്യം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.